കനലൊരു തരിയങ്ങ് ബീഹാറിൽ കെട്ടുപോയിട്ട് കുറേ നാളായി. കനൽ പോയിട്ട് അതിന്റെ ബാക്കിയായ പുക പോലും ബീഹാറിലില്ല. ബംഗാളിൽ എന്ന പോലെ ബീഹാറിലും ഒരു കാലത്തെ ഇടതുപക്ഷ പാർട്ടികൾക്ക് ശക്തിയുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ കയ്യിലിരിപ്പ് കൊണ്ട് ബംഗാളിൽ പുറത്തായ പോലെ ബീഹാറിലും ഇടതുപക്ഷം നാമാവശേഷമായി. ഓരോ തിരഞ്ഞെടുപ്പിലും ഉടൻ തിരിച്ചു വരുമെന്ന പാർട്ടി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിക്കാറില്ല. ഇക്കുറി 5 കനൽക്കട്ടകളാണ് ബീഹാറിൽ വെളിച്ചം വീഴാൻ കാത്തു നിൽക്കുന്നത്. ഏതെങ്കിലും ഒന്നിലെങ്കിലും തെളിയുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് പാർട്ടിക്കുള്ളത്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷം ബീഹാറിൽ ഇറങ്ങുന്നത്. പക്ഷേ BJPയുടെ കുത്തക മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷ പാർട്ടികൾക്ക് ശക്തി തെളിയിക്കേണ്ടതും. ഇന്ത്യ സഖ്യം ഇടതുകക്ഷികൾക്ക് നൽകിയ 5 സീറ്റിൽ 3 CPIL-നാണ് നൽകിയിരിക്കുന്നത്. CPI-ക്കും CPM-നും ഓരോ സീറ്റ് വീതവും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു കക്ഷികൾ ബീഹാറിൽ താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും ലോക്സഭ അത് അത്ര എളുപ്പമല്ല. കുമാറിന് താരമൂല്യമില്ലെങ്കിലും മുന്നണിയുടെ പിൻബലത്തിലാണ് CPI-യുടെ പ്രത്യാശയിരിക്കുന്നത്. 4.2 ലക്ഷം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ കനയ്യകുമാറിനെ തറപറ്റിച്ച BJP അധികയാൻ ഗിരിരാജ് സിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കുക CPI-ക്ക് എളുപ്പമല്ല എന്നാണ് വിലയിരുത്തൽ. CPM ജില്ലാ സെക്രട്ടറി സഞ്ജയ് കുമാർ സിംഗ് മത്സരിക്കുന്ന ഖരയ്യ ആണ് മറ്റൊരു സീറ്റ്. രാംവിലാസ് പസ്വാന്റെ LGP സ്ഥാനാർത്ഥി രാജേഷ് വർമ്മയാണ് എതിരാളി. ബേഗുസരായി ആണ് ഇടതുപക്ഷത്തിന് കിട്ടിയ 5-ൽ 1 സീറ്റിൽ മത്സരിക്കുന്നത്. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിനെതിരെയാണ് CPI സ്ഥാനാർത്ഥി അവധേഷ് കുമാർ റായ് മത്സരിക്കുന്നതും. യുവ നേതാവ് കനയ്യ കുമാറിനായി കോൺഗ്രസ് ആവശ്യപ്പെട്ട ബേഗുസരായ് CPI നേതൃത്വം വാശി പിടിച്ച് വാങ്ങുകയായിരുന്നു. കഴിഞ്ഞ തവണ CPI ടിക്കറ്റിൽ മത്സരിച്ച കനയ്യ കുമാറിന്റെ താരമൂല്യമില്ലെങ്കിലും മുന്നണിയുടെ പിൻബലത്തിലാണ് CPI-യുടെ പ്രത്യാശയിരിക്കുന്നത്. 4.2 ലക്ഷം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ കനയ്യകുമാറിനെ തറപറ്റിച്ച BJP അധികയാൻ ഗിരിരാജ് സിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കുക CPI-ക്ക് അത്ര എളുപ്പമല്ല എന്നാണ് വിലയിരുത്തൽ. CPM ജില്ലാ സെക്രട്ടറി സഞ്ജയ് കുമാർ സിംഗ് മത്സരിക്കുന്ന ഖരയ്യ ആണ് മറ്റൊരു സീറ്റ്. രാംവിലാസ് പസ്വാന്റെ LGP സ്ഥാനാർത്ഥി രാജേഷ് വർമ്മയാണ് എതിരാളി. സഞ്ജയ് കുമാറും പിതാവും CPM നേതാവുമായിരുന്ന യോഗേന്ദ്ര സിംഗ് മുൻപ് ഖരയ്യ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് വിജയിച്ചിട്ടുണ്ട്. സിറ്റിംഗ് MP മെഹബൂബ് അലി കൈസർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പശുപതി പാരസിന്റെ RLGP വിട്ട് രാംവിലാസിന്റെ LGP-യിൽ ചേർന്നിരുന്നു. എങ്കിലും വിശ്വസ്തനായ രാജേഷ് വർമ്മയ്ക്കാണ് ചിരാഗ് ടിക്കറ്റ് നൽകിയത്. ബഗൽപൂർ മുൻ ഡെപ്യൂട്ടി മേയറാണ് രാജേഷ് വർമ്മ. മറ്റൊരു മണ്ഡലമായ RI-യിൽ CPIML-ന്റെ സുധാ ശർമ്മയാണ് സ്ഥാനാർത്ഥി. അഖില ഭാരതി കിസാൻ മഹാസഭ വൈസ് പ്രസിഡന്റായ സുധാ ശർമ്മ പ്രസാദ് കർഷക പ്രക്ഷോഭങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. കേന്ദ്രമന്ത്രി RK സിംഗിനാണ് RI-യിൽ BJP സ്ഥാനാർത്ഥി. തുടർച്ചയായി 2 തവണ വിജയിച്ച RK സിംഗ് ഇക്കുറിയും വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. നളന്ദയാണ് ഇടതുപക്ഷം മത്സരിക്കുന്ന മറ്റൊരു ലോക്സഭാ മണ്ഡലം. ഹാട്രിക് വിജയത്തിന് ശേഷം 4ാം അംഗം കുറിച്ച ജനതാദൾ യുണൈറ്റഡ് സ്ഥാനാർത്ഥി കൗശലേന്ദ്ര കുമാറിനെ നേരിടാൻ CPIML MLA സന്ദീപ് സൗരഭിനെയാണ് കളത്തിലേക്ക് ഇറക്കുന്നത്. പലിഗച്ച് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച യുവനേതാവ് സന്ദീപ് സൗരഭിന് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുക എന്നത് ക്ലേശകരമാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറും ജോർജ് ഫെർണാണ്ടസും പ്രതിനിധീകരിച്ചിട്ടുള്ള നളന്ദ JDU കോട്ടയാണെന്നാണ് വിലയിരുത്തുന്നത്. കരാക്കട്ടാണ് ഇടതുപക്ഷം മാറ്റിയിരിക്കുന്ന മറ്റൊരു മണ്ഡലം. മുൻ MLA രാജാറാം സിംഗ് ആണ് കരാക്കട്ടയിൽ CPM ML സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. രാഷ്ട്രീയ ലോക്സഭാ മോർച്ച നേതാവ് ഉപേന്ദ്ര ഗുർഷ്വാഹയാണ് എതിർ സ്ഥാനാർത്ഥി. ദേശീയ ചിഹ്നം നഷ്ടമാകുന്നതിന്റെ വക്കിൽ നിൽക്കുന്ന CPM-ന് ഒന്നെങ്കിലൊന്ന് നിലപാടാണുള്ളത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ കോൺഗ്രസിന്റെ ദയാദാക്ഷിണ്യം തേടിയിരിക്കുകയാണ് ഇടതുപക്ഷ പാർട്ടികൾ.